എൻ്റെ സ്നേഹവന്ദനം. നമ്മൾ ഫിലിപ്പി ലേഖനത്തിൽ നിന്നുള്ള പഠനം തുടരുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ രണ്ടാം അധ്യായത്തിൽ നിന്നാണ് ചിന്തിച്ചത്. രണ്ടാം അധ്യായത്തിൽ ഫിലിപ്പിയിലുള്ള വിശ്വാസികൾ അനുകരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പോസ്തലൻ പറഞ്ഞത്. അനുകരിക്കേണ്ട ചില വ്യക്തികളെക്കുറിച്ച് ആണ് താൻ പറഞ്ഞത്. ഒന്ന്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. യേശു ക്രിസ്തുവിൻ്റെ ഭാവം അത് നമ്മിലുണ്ടായിരിക്കണം എന്ന് താൻ പറഞ്ഞു. പിന്നെ കൂടാതെ തിമത്തിയോസിനെ കുറിച്ച് താൻ പറഞ്ഞു. തിമത്തിയോസിനെ അനുകരിക്കാൻ പറ്റിയ ഒരു മാതൃകയാണ് എന്ന് പറഞ്ഞു. പൗലോസിൻ്റെ കാര്യം താൻ പറഞ്ഞു, സ്വന്തം പൗലോസിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ എപ്പഫ്രാദിത്തോസിൻ്റെ കാര്യവും താൻ പറഞ്ഞു. അങ്ങനെ അനുകരിക്കേണ്ട ചില ആളുകളുടെ കാര്യം പറഞ്ഞിട്ട് താൻ മൂന്നാം അധ്യായത്തിലേക്ക് വരികയാണ്. മൂന്നാം അധ്യായത്തിൽ പൗലോസ് സന്തോഷിപ്പിൻ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നതെങ്കിലും ഇതുവരെ പറയാത്ത ചില കാര്യങ്ങൾ, ചില മുന്നറിയിപ്പുകൾ താൻ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് മൂന്നാം അധ്യായം വായിക്കാം. ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പിൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല. നിങ്ങൾക്ക് അത് ഉറപ്പുമാകുന്നു. നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് അധികം. 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നു ഒക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാനിപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നു വെച്ചും ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണുന്നു. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുവേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്നും ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മിൽ തികഞ്ഞവർ ഒക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പിൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃകാപ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നുവെന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. അവരുടെ അവസാന നാശം അവരുടെ ദൈവം വയറ് ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പിൻ പ്രിയമുള്ളവരെ. ഞാൻ അവസാനം വായിച്ചത് 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം കൂടിയാണ്. ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ, സാധാരണ പ്രസംഗിക്കുന്നവരെ കളിയാക്കിക്കൊണ്ട് ആളുകൾ പറയും, അവർ ഒടുവിൽ അല്ലെങ്കിൽ അവസാനമായി എന്ന് പറഞ്ഞാൽ പ്രസംഗത്തിൻ്റെ പകുതിയായി എന്നാണ് അതിൻ്റെ അർത്ഥമെന്നാണ്. എന്നാൽ ഇവിടെ പറഞ്ഞ കാര്യം അവസാനിപ്പിക്കുക എന്നല്ല, മറിച്ച് ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ, അതായത് നല്ല മാതൃകകളെ അനുസരിക്കണം, അങ്ങനെയുള്ളവരെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം അതിന് തുടർച്ചയായി പൗലോസ് പറയുകയാണ്, എൻ്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പിൻ.
നമുക്കറിയാം ഫിലിപ്പി ലേഖനത്തിൽ വളരെയധികം പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് സന്തോഷിപ്പിൻ. സന്തോഷത്തിൻ്റെ ഒരു ലേഖനമാണ് എന്ന് ആളുകൾ പറയാറുണ്ട്. ഇതിനെക്കുറിച്ച് വേദ പണ്ഡിതർ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഈ പുസ്തകത്തിൽ, ഈ എഴുത്തിൽ പാപം എന്ന വാക്കില്ല, അതുകൊണ്ടാണ് സന്തോഷമുള്ളത് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്. കർത്താവിൽ സന്തോഷിപ്പിൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല. എന്ന് വെച്ചാൽ കർത്താവ് സന്തോഷിക്കുക എന്ന കാര്യം ആവർത്തിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. അത് കേൾക്കുന്നവർക്ക് മടുപ്പുണ്ടാക്കിയാലും ആവർത്തിച്ച് പറയണം എന്നാണ് പൗലോസ് പറയുന്നത്. പത്രോസും ഇത് തന്നെ പറയുന്നുണ്ട്. തൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങളെ ഇത് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കേണ്ടത് ആവശ്യം എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞ് പത്രോസും അത് പറയുന്നുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ ആവർത്തിച്ച് പറയേണ്ട ആവശ്യമുണ്ട്. ഈ അടുത്ത ദിവസം എനിക്കൊരു വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചിരി വരും. ഒരാളോട് എങ്ങനെ സുവിശേഷം പറയാം, ഒരു കോൺവെർസേഷനിൽ എങ്ങനെ ഒരാളോട് സുവിശേഷം പറയാം എന്ന കാര്യത്തെക്കുറിച്ച് പല പ്രാവശ്യം അതിനുള്ള ട്രെയിനിങ്ങുകൾ നടത്തിയിട്ടുണ്ട്. എങ്കിലും ഈ അടുത്ത ദിവസം എന്നോട് ഞങ്ങളുടെ ഓഫീസിൽ പറഞ്ഞൊരു കാര്യമാണ്, നമുക്കതൊന്നുകൂടെ ചെയ്യണം. അപ്പോൾ പലരും അതിൻ്റെ ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമുണ്ട്. കാരണം അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ നമുക്കൊരു വിട്ടുവീഴ്ചയും പാടില്ല. ആ കാര്യം നമ്മളത് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കണം. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, അത് നിങ്ങളെ പിന്നെയും പറയുന്നതിൽ എനിക്ക് ഒരു മടുപ്പുമില്ല. പിന്നെ ഈ റിജോയ്സിങ് അല്ലെങ്കിൽ സന്തോഷിപ്പെന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക, ജീവിതം ആസ്വദിക്കുക എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന ആ അവസ്ഥയിൽ നമ്മൾ പരാതിയില്ലാതെ ഇരിക്കുക എന്നാണ്. ഇറ്റ്സ് നോട്ട് എൻഡ്യൂറിങ്. എൻഡ്യൂറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ വഴിയില്ല അതുകൊണ്ട് നമ്മളിത് ചെയ്യുന്നു, അതല്ല. ദൈവം നമ്മളെ ഏത് അവസ്ഥയിലാക്കി വെച്ചിരിക്കുന്നോ അത് സന്തോഷത്തോടെ, ദൈവം ഇങ്ങനെ ചെയ്തതിനൊരു ഉദ്ദേശമുണ്ട്, ദൈവമാണ് എന്നെ ഇവിടേക്ക് നടത്തിയതെന്ന് എന്ന നിലയിൽ വേണം നാം അതിനെ കാണാൻ. അല്ലാതെ കഷ്ടമായി പോയല്ലോ. ചില ആളുകൾ അവർക്ക് ജീവിതത്തിൽ ഏത് സാഹചര്യമാണെങ്കിലും പരാതിയായിരിക്കും. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു സഹോദരനെ ആളുകൾ കേൾക്കാതെയാണ് വിളിക്കുന്നത്, രോദനം എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ കാരണം എന്തു പറഞ്ഞാലും പുള്ളിക്ക് പരാതിയാണ്. ഒരിക്കലും ഒരു നല്ല കാര്യത്തെക്കുറിച്ച് പറയുകയില്ല. അപ്പം ഞങ്ങൾ സാധാരണ പറയും, ചില ആളുകൾക്ക് ഷോ എന്നൊരു ഫേസാണ്. ഷോ എന്നവർ പറയുക, അല്ലെങ്കിൽ അവരുടെ മുഖം കണ്ട ഷോ എന്ന ഒരു ഫേസാണ് എപ്പോഴും. അതൊരു വിശ്വാസിക്ക് ചേർന്ന കാര്യമല്ല. നമുക്ക് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളുണ്ടാകും, ചില സമയത്ത് നമുക്ക് ദുഃഖം ഉണ്ടാകും, ഒക്കെ ശരിയാണെങ്കിലും തുടർച്ചയായി അങ്ങനെ ഒരു ഹാബിറ്റ് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അത് ഒരു ശരിയായ കാര്യമല്ല. പിന്നെ താൻ പറയുന്ന ഒരു കാര്യം, അത് നിങ്ങൾക്കത് ഉറപ്പുമാകുന്നു. ഇറ്റ് ഈസ് സേഫ് ഫോർ യു എന്നാണ് ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സന്തോഷിക്കുന്നത്, കർത്താവിൽ സന്തോഷിക്കുന്നത് നമ്മുടെ ഒരു പ്രൊട്ടക്ഷനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വളരെ വിചിത്രമായിട്ട് തോന്നുന്നു. നമ്മൾ സന്തോഷിക്കുന്നത് എങ്ങനെയാണ് നമുക്കൊരു പ്രൊട്ടക്ഷൻ ആകുന്നത്? ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പണ്ട് ഒരു ഈ ചാരന്മാരുടെ കഥ വായിച്ചത് ഞാൻ ഓർക്കുന്നു. ഓരോ രാജ്യം വേറൊരു രാജ്യത്തുള്ള അവിടുന്ന് ഒരു ചാരനെ കിട്ടണം. അതിനുവേണ്ടി അവർ ചെയ്യുന്ന കാര്യം, ഒരിക്കലത് ഉണ്ടായതാണ്. ഒരു റഷ്യൻ ഓഫീസറെ ഒരു അമേരിക്കക്കാരെ അമേരിക്കയുടെ ചാരനായി മാറി. അയാളെ അവർ ഐഡൻറ്റിഫൈ ചെയ്തത്, ഈ മനുഷ്യൻ റഷ്യൻ ആർമിയിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനല്ല, പുള്ളിക്ക് കുറച്ചുകൂടെയൊക്കെ പ്രൊമോഷൻ കിട്ടുമായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം ലെനിൻ്റെ പാർട്ടിയുമായിട്ട്
അനുയോജിച്ചു പോകുന്നതായിരുന്നില്ല. ഇയാളുടെ ഫാദറോ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറോ അങ്ങനെയായിരുന്നു എന്ന് തോന്നുന്നു. അത് റഷ്യൻ അതോറിറ്റിക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഇനിയും പ്രൊമോഷൻ വേണ്ട എന്നവർ പറഞ്ഞു. ഈ കാര്യം ഈ പട്ടാള ഓഫീസർക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഭയങ്കര നിരാശയായി. അയാൾ വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. അയാൾ നിരാശനായി. അയാളുടെ നിരാശ അയാളുടെ ജീവിതശൈലിയിലൊക്കെ പ്രകടമായി. ഇത് ശത്രുക്കൾ കണ്ടു. എന്നിട്ട് അവർ പറഞ്ഞു ഇയാളൊരു നല്ല കാൻഡിഡേറ്റാണ്, കാരണം ഹീ ഈസ് നോട്ട് ഹാപ്പി വിത്ത് ദിസ് സിറ്റുവേഷൻ. അപ്പോൾ ഇത് തന്നെയാണ് ശത്രു നോക്കുന്നത്. നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുകയില്ലെങ്കിൽ തീർച്ചയായും ശത്രു നമ്മെ നോട്ടമിടും, നമ്മെ ആക്രമിക്കും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് അത് നിങ്ങൾക്കൊരു ഉറപ്പാകുന്നു, അല്ലെങ്കിൽ ഇറ്റ് ഈസ് സേഫ് ഫോർ യു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കർത്താവിൽ സന്തോഷിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല, അതിന് വലിയ വിലയുണ്ട് എന്ന് ഓർക്കുക. ഇനി ഇത് കഴിഞ്ഞ് പറയുന്നതാണ് വളരെ നമുക്ക് ഇതുമായിട്ട് ചേരുന്നില്ലല്ലോ എന്ന് തോന്നും. 3 കൂട്ടം ആളുകളെ സൂക്ഷിക്കാൻ പറയുകയാണ്. നായ്ക്കളെ സൂക്ഷിക്കുക, ആകാത്ത ദൈവത്തെ ആരാധിക്കുന്നത് അവരുടെ ചടങ്ങുകൾ കൊണ്ടാണ്. ദൈവത്തെ ആരാധിക്കുന്നത് യാഗം കഴിക്കുക, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അർപ്പിക്കുക, ഇതൊക്കെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുന്നത്. അവരുടെ പെരുന്നാളുകൾ നടത്തുക, അതിലൊക്കെയാണ് അവർ ദൈവത്തെ ആരാധിക്കുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ പ്രവചന പുസ്തകങ്ങളിൽ ദൈവം തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിങ്ങളുടെ അമാവാസി, നിങ്ങളുടെ പെരുന്നാളുകൾ എനിക്ക് അറപ്പാകുന്നു എന്ന് ദൈവം പറഞ്ഞു. കാരണം അവർ ചെയ്തിരുന്ന ഈ ചടങ്ങുകളൊന്നും ദൈവത്തെ പ്രസാദിപ്പിച്ചിരുന്നില്ല. എന്നാൽ ദൈവത്തിന് പ്രസാദമുള്ള ആരാധന കഴിക്കുന്നവർ, ശമരിയ സ്ത്രീയോട് നമ്മുടെ കർത്താവ് പറഞ്ഞതുപോലെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവർ, പിന്നെ ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുന്നവർ. ഈ ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുക എന്ന് പറയുന്നത് നമുക്കത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. എന്നാൽ അക്കാലത്തുള്ള യഹൂദന്മാർക്ക് അന്നും യേശു എന്ന് പറയുന്ന ആളെ പുച്ഛമായിരുന്നു. കാരണം ഗലീലക്കാരൻ, നസ്രയത്തുകാരൻ ആണ്. നസ്രായനായ യേശു എന്നാണ് ശിഷ്യന്മാരും പറയുന്നത്. ഗലീലക്കാരുടെ, വിദ്യാഭ്യാസമില്ലാത്ത, പരിഷ്കാരമില്ലാത്തവരുടെ ഒരു മാർഗം, ക്രൂശിൽ തൂങ്ങി കൊല്ലപ്പെട്ട ഒരു വ്യക്തി. നമ്മളത് വായിക്കുന്നുണ്ടല്ലോ. പൗലോസ് തന്നെ റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, യഹൂദനത് ഇടർച്ചയാണ്. എന്നാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അത് ദൈവശക്തിയാണ്, അവൻ ദൈവപുത്രനാണ്, അതിൽ നമ്മൾ പ്രശംസിക്കുകയാണ്. അപ്പോൾ യെരമ്യാപ്രവചനത്തിൽ നമ്മൾ ധനവാൻ പ്രശംസിക്കുന്ന കാര്യം, ജ്ഞാനി പ്രശംസിക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ പ്രശംസിക്കേണ്ടത് നമ്മുടെ കർത്താവിലാണ്. അപ്പോൾ ക്രിസ്തുവിൽ പ്രശംസിക്കുന്നവർ യഥാർത്ഥ പരിച്ഛേദനക്കാരുടെ അടയാളമാണ് ഈ പറയുന്നത്. പിന്നെ 3, ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുക. ഈ ജഡത്തിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ, നമുക്ക് ജഡം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് തോന്നും അതൊരു മോശപ്പെട്ട കാര്യമാണ്. കാരണം ജഡാഭിലാഷം, ജഡത്തിൻ്റെ പ്രവൃത്തി എന്നൊക്കെ നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ജഡം എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു അഴുക്ക് കാര്യമാണ്, ഒരു മോശപ്പെട്ട കാര്യമാണെന്നുള്ള ഒരു ഇമേജ് നമുക്കുണ്ട്. ശരിയാണത്, ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല. എങ്കിലും ഈ ജഡത്തിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ, ഈ എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുന്ന ആ കാര്യങ്ങൾ നോക്കിയാൽ അവയൊക്കെ ഈ ലോകപ്രകാരം നല്ല ക്വാളിഫിക്കേഷൻസാണ്. അപ്പം അതുള്ളവർ അതിൽ ആശ്രയിക്കും. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടായി, നമ്മൾ ഏതെങ്കിലും ഒരു നല്ല ഡിഗ്രി പഠിച്ച് പാസ്സായി, നല്ല യൂണിവേഴ്സിറ്റിയിൽ നമുക്കൊരു ഡിഗ്രി കിട്ടിയെങ്കിൽ, നിങ്ങൾ കണ്ടിട്ടില്ലേ, ആളുകൾ അത് ഫ്രെയിം ചെയ്ത് വീട്ടിൽ തൂക്കിയിടും. എനിക്ക് പരിചയമുള്ള ഒരു ആർമി ഓഫീസർ, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം ഒരു കമ്മീഷൻഡ് ഓഫീസർ ആയപ്പോൾ തൻ്റെ ആർമിയിലേക്ക് കമ്മീഷൻ ചെയ്തെന്നുള്ള ആ സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്തത് അബ്ദുൽ കലാമാണ്. അപ്പോൾ ഒരു ആർമി ഓഫീസറായി ജോയിൻ ചെയ്തു എന്നുള്ളതിലും വലിയ സന്തോഷം
അദ്ദേഹത്തിന് അബ്ദുൽ കലാം അതിൽ സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതെന്നെ കാണിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, കേട്ടോ ഞങ്ങളുടെ ബാച്ചിലുള്ളവർക്കൊക്കെ അബ്ദുൽ കലാമിൻ്റെ സൈനാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് വന്നയാളുടെ ഞാൻ പേര് പറയുന്നില്ല, അത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്, അതിനൊരു വിലയുമില്ല. അപ്പോൾ ഒരു ആർമിയിൽ സെലക്ഷൻ കിട്ടിയ അയാൾക്ക് കിട്ടിയ ആ സർട്ടിഫിക്കറ്റിൻ്റെ അതിൽ പ്രശംസിക്കുന്നുണ്ട്, അതൊരു നല്ല കാര്യമായിട്ട് അവർ കണക്കാക്കുന്നുണ്ട്. അതുപോലെ പല കാര്യങ്ങളും നമ്മുടെ ജഡത്തിൽ നമുക്ക് പ്രശംസിക്കാവുന്നതായിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ പൗലോസ് തന്നെ അത് പറയുന്നുണ്ട്. അടുത്ത വാക്യം നോക്കുക, പക്ഷേ എനിക്ക് ജഡത്തിലും അപ്പം ആരെങ്കിലും പറയാൻ എനിക്ക് ജഡത്തിൽ വലിയ വലിയ നല്ല കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ പൗലോസ് പറയണം, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ജഡത്തിൽ ആശ്രയിക്കാൻ പോയാൽ എനിക്ക് ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഞാൻ പറയുന്നത്. അതിൽ ഒന്നാമത് പറയുന്നത് 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ. 8-ാം നാളിൽ പരിച്ഛേദന ഏൽക്കണമെന്നാണ് ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു കുഞ്ഞ് ജനിച്ച് 8-ാം ദിവസം. ഇപ്പോൾ ഈ യഹൂദ മതാനുസാരികൾ പറയുന്നത് നിങ്ങൾ ജാതികൾ നിങ്ങൾ പരിച്ഛേദന ഏൽക്കണമെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ അവർ പരിച്ഛേദന ഏൽക്കാമെന്ന് തീരുമാനിച്ചാൽ തന്നെ ജനിച്ചതിൻ്റെ 8-ാം നാൾ അവർക്ക് പരിച്ഛേദന ഏൽക്കാൻ സാധിക്കും. ഇപ്പോൾ പ്രായമായ ആളുകളാണ്, സാധിക്കുകയില്ല. അപ്പം പൗലോസ് പറയുന്നത് നിങ്ങൾ എത്ര തലകുത്തി നിന്നാലും എൻ്റെ അത്രയും വരികയില്ല. കാരണം ഞാൻ യഹൂദ മാതാപിതാക്കൾക്ക് ജനിച്ചവനാണ്. അവർ ന്യായപ്രമാണം അനുസരിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് 8-ാം നാളിൽ തന്നെ ഞാൻ പരിച്ഛേദന ഏറ്റു. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും എന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല. ഇസ്രായേൽ ജാതിക്കാരൻ, ഓക്കെ, ബെന്യാമിൻ ഗോത്രക്കാരൻ. അപ്പോൾ ഗോത്രത്തിൻ്റെ കാര്യത്തിലും പിന്നെ എൻ്റെ ഇസ്രയേലിയ പൗരത്വത്തിൻ്റെ കാര്യത്തിലും ഒരു സംശയവും വേണ്ട. എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ഇതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, എബ്രായരിൽ നിന്ന് ജനിക്കാത്ത എബ്രായരുണ്ട്, എബ്രായ മതാനുസാരികളുണ്ട്, യഹൂദ മതാനുസാരികൾ, പ്രോസ്ലേറ്റ്സ്, ഹെലനിസ്റ്റിക് ജ്യൂസ് എന്നും പറയും. ഗ്രീക്ക് സംസ്കാരത്തിൽ ജീവിക്കുന്ന യഹൂദന്മാർ എന്ന് പറയും. വേറൊന്ന്, യഹൂദന്മാരുടെ വീട്ടിൽ ജനിച്ച യഹൂദ ബാലന്മാർ അല്ലെങ്കിൽ യഹൂദന്മാരായി ജനിച്ച് വളർന്ന ആളുകൾ പ്രായമായി കഴിഞ്ഞപ്പോൾ അവരിൽ പലരും യഹൂദ മതം ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ യഹൂദ മതം അനുസരിച്ചല്ല ജീവിക്കുന്നത്, മറിച്ച് ഗ്രീക്ക് സംസ്കാരം അനുസരിച്ചാണ് ജീവിക്കുന്നത്. നമുക്കത് വളരെ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോഴുള്ള യഹൂദന്മാരുടെ ഇടയിൽ, ഇപ്പോൾ ഇസ്രയേലിലുള്ള അല്ലെങ്കിൽ ഈ ലോകത്ത് ജീവിക്കുന്ന പല യഹൂദന്മാരോടും നമ്മൾ സംസാരിച്ചാൽ അവരിൽ ഒരു നല്ല പങ്കാളുകളും ദൈവവിശ്വാസികളല്ല, അവർ നിരീശ്വരവാദികളാണ്. അപ്പോൾ അവർ യഹൂദനാണോ എന്ന് ചോദിച്ചാൽ അതെ, യഹൂദനാണ്. എന്നാൽ യഹൂദ മതത്തിലോ പാരമ്പര്യത്തിലോ വിശ്വസിക്കുന്നവരല്ല. എന്തിനാണ് ഞാനിതൊക്കെ പറയുന്നത്? ഈ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഏത്തിയിസ്റ്റിക് മൂവ്മെൻറ്റ്, ദൈവാസ്തിക്യത്തെ നിഷേധിക്കുന്ന ഫിലോസഫി കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ ഉപജ്ഞാതാവ് ഒരു യഹൂദനല്ലേ? ലേവി മൊർദെക്കായി, ഒരു പേരും കൂടി ഉണ്ട്, ആ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ ഒരു 3 എബ്രായ പേരുകൾ ഉണ്ടായിരുന്ന ആൾ, ആ പേരുകളൊക്കെ വിട്ട് കളഞ്ഞിട്ട് കാറൽ മാക്സ് എന്നുള്ള പേരെടുത്ത ആളാണ്. അദ്ദേഹം മനഃപൂർവ്വം യഹൂദമതം തള്ളിക്കളഞ്ഞ ആളാണ്. പൗലോസ് പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരാളല്ല, ഞാൻ യഹൂദമതത്തിൽ ജനിച്ചവനാണെന്ന് മാത്രമല്ല യഹൂദമതം പ്രാക്ടീസ് ചെയ്തിരുന്നവനാണ്. തെളിവ് ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർക്കണം, ഈ 8-ാം നാളിൽ പരിച്ഛേദന ഏൽക്കുക എന്ന കാര്യത്തിൽ പൗലോസിന് ശരിക്കും പറഞ്ഞാൽ പ്രശംസിക്കാനൊന്നുമില്ല. കാരണം അത് അയാളുടെ മാതാപിതാക്കളാണ് ചെയ്തത്. ഇസ്രയേലിൽ ജനിച്ചത് അയാളുടെ മിടുക്കുകൊണ്ടല്ല, ബെന്യാമീൻ ഗോത്രത്തിൽ ജനിച്ചത് അയാളുടെ മിടുക്കുകൊണ്ടല്ല, എബ്രായ കുടുംബത്തിൽ ജനിച്ചതും അയാളുടെ മിടുക്കുകൊണ്ടല്ല. എന്നാൽ ഇനി പറയുന്ന കാര്യങ്ങൾ താൻ ചെയ്തതാണ്. ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ. ഈ യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് ആകെ ഉള്ള പരീശന്മാരുടെ എണ്ണം ഏതാണ്ട് 6000 ഉള്ളൂ എന്നാണ് പറയുന്നത്.
അപ്പോൾ നമുക്ക് ഈ പരീക്ഷനെന്ന് കേൾക്കുമ്പോഴേ ഇവരെല്ലാവരും ചീത്ത ആൾക്കാരാണ്, കർത്താവിനെ ഉപദ്രവിച്ചവരാണ്, തന്നെ വിമർശിച്ചവരാണെന്നൊക്കെ, അതൊക്കെ ശരിയാണ് താനും. എങ്കിലും പരീശന്മാരെന്ന് പറയുന്നത് വളരെ ഒരു എലീറ്റായിട്ടുള്ളൊരു ക്ലാസ്സാണ്. എസ്രാ ശാസ്ത്രിയുടെ തലമുറക്കാരായി ന്യായപ്രമാണം ഞങ്ങൾ എന്ത് കഷ്ടം സഹിച്ചു അനുസരിക്കും എന്ന് തീരുമാനിച്ച ആളുകളാണ്. അപ്പോൾ അവർ ന്യായപ്രമാണമൊക്കെ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരാളായിരുന്നു പൗലോസ്. അപ്പോൾ പൗലോസിൻ്റെ അതൊരു വലിയ അക്കംപ്ലിഷ്മെൻ്റ്, ഒരു നേട്ടമാണ്. പിന്നെ അതിൽ താൻ മറ്റുള്ളവരെക്കാൾ ഒരുപടി മുമ്പിൽ പോയി ഇതിനെതിരെ സംസാരിക്കുന്ന എല്ലാ യഹൂദന്മാരും ന്യായപ്രമാണം അനുസരിച്ചാൽ ദൈവരാജ്യം വരുമെന്നാണ് ഈ പരീശന്മാരുടെ ഒരു ചിന്ത. അപ്പോൾ ആരെങ്കിലും അത് അനുസരിക്കുന്നില്ല, അതിനെതിരായി എന്തെങ്കിലും പ്രവർത്തിക്കുന്നു. ഇവിടെ ഇതായിപ്പോൾ യേശു എന്ന് പറഞ്ഞ ഒരാൾ ദൈവമാണെന്ന് പറഞ്ഞൊരു കൂട്ടർ ഇറങ്ങിയിരിക്കുന്നു. അപ്പം ന്യായപ്രമാണത്തിൽ പറഞ്ഞതുപോലെ തന്നെ അവരെ കൊല്ലുവാൻ തുനിഞ്ഞ ആളാണ് പൗലോസ്. ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് ന്യായപ്രമാണപ്രകാരം ഒരു പരീശൻ നോക്കിയാൽ ന്യായപ്രമാണം മുഴുവൻ അനുസരിക്കുന്ന ആളായിരുന്നു പൗലോസ്. അപ്പോൾ പൗലോസിന് ഒരുപാട് ഇതൊന്നും അത്ര മോശം കാര്യമാണ് എന്ന് അവരുടെ സമൂഹത്തിലുള്ള ആരും പറയില്ല. ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കുന്നതോ യഹൂദൻ മതം അനുസരിച്ച് ഭക്തിയോടെ ജീവിക്കുന്നതോ ഒരു മോശം കാര്യമാണെന്ന് ആരും പറയില്ല. അപ്പോൾ ജഡത്തിൽ ആശ്രയിച്ച് അല്ലെങ്കിൽ ജഡത്തിൽ പ്രശംസിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഒരു മോശം കാര്യമല്ല എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അങ്ങനെ ആരെങ്കിലും ആശ്രയിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ അതിൽ ഒന്നാമൻ എന്ന് പറയുന്നു. പക്ഷേ ഇതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്, എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണുന്നു. അപ്പോൾ ഇതൊക്കെ എനിക്ക് പ്രോഫിറ്റബിൾ ആയിരുന്നു. ഞാൻ എൻ്റെ റെസ്യൂമെ എഴുതിയാൽ അതിൽ ഈ കാര്യങ്ങളൊക്കെ വരും. ഇതൊക്കെ എഴുതിയാൽ എനിക്ക് അതിൽ വളരെയധികം അഡ്വാൻറ്റേജ് ഉള്ള കാര്യങ്ങളാണ്. പക്ഷേ എനിക്കിങ്ങനെ ലാഭം അല്ലെങ്കിൽ പ്രയോജനമുള്ള കാര്യങ്ങളൊന്നും ഒരു പ്രയോജനമില്ലാത്തതാണ് എന്ന് ഞാൻ എണ്ണിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അത് സ്വയം എടുത്ത ഒരു തീരുമാനമാണ്. ഞാൻ അത് ഉപയോഗിക്കുന്നില്ല എന്ന് താൻ തീരുമാനിച്ചു. അത് തൻ്റെ ഒരു വിൽഫുള്ളായിട്ടുള്ള തീരുമാനം. അപ്പോൾ ആൾക്കാരെ പറയാണ് യഹൂദനാണ്, അങ്ങേര് യഹൂദനാണ്, ബെന്യാമീൻ ഗോത്രക്കാരനാണ്, വലിയ ആളാണ് എന്നൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പൗലോസ് ഒരിക്കലും അതൊരു നല്ല കാര്യമായിട്ട് എടുത്തില്ല. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നിടുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ മോശമായതുകൊണ്ടല്ല ഞാനിത് ഛേദമെന്നിടുന്നത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ എബ്രായനായിരിക്കുന്നതോ ബെന്യാമീൻ ഗോത്രക്കാരനായിരിക്കുന്നതോ ഇസ്രായേലിയനായിരിക്കുന്നതോ 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റതോ ഒന്നും ഒരു മോശം കാര്യമായതുകൊണ്ടല്ല പൗലോസ് ഇത് ഛേദമെന്നത്. പിന്നെ എന്തുകൊണ്ടാണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം. അപ്പോൾ യേശുക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ടാണ് ഇതിന് വിലയില്ലാത്തത്. അങ്ങനെയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ മേടിച്ചിരിക്കുന്ന പല സാധനങ്ങളും, അല്ലെ മിക്കവാറും എല്ലാ സാധനങ്ങൾക്കും വിലയുണ്ട്. എന്നാൽ നമ്മുടെ വീട്ടിൽ സ്ഥലമില്ലാതെ വരുമ്പോൾ, കുറേ സാധനങ്ങൾ എടുത്തു കളയണമെന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രയോറിറ്റൈസ് ചെയ്യും. ഏത് സാധനത്തിനാണ് വിലയുള്ളത്, ഏതിനാണ് വിലയില്ലാത്തതെന്ന്. അപ്പോൾ നമ്മൾ വില കൊടുത്ത് മേടിച്ച സാധനമാണെങ്കിലും ചിലപ്പോൾ നമ്മളത് വേണ്ടെന്ന് നോക്കും. ഇവിടെ വിലയുള്ള കാര്യങ്ങളാണ്. ഈ ജഡത്തിൽ ആശ്രയിക്കുമ്പോൾ പൗലോസിനുണ്ടായിരുന്ന യോഗ്യതകളൊക്കെ വിലയുള്ള കാര്യങ്ങളായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത, അതും ജഡത്തിൽ പ്രശംസിക്കുവാനുള്ള ഈ കാര്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യാൻ പോലും പറ്റുകയില്ല. അത്രയ്ക്ക് വ്യത്യാസമാണ്. അതിൻ്റെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത അത്ര വലുതായതുകൊണ്ട് ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്നെണ്ണുന്നു. എന്ന് പറഞ്ഞാൽ ഞാനത് പിന്നെ ഒരിക്കലും റീകൺസിഡർ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. ഞാനിപ്പോൾ സംസാരിക്കുന്നത് മുഴുവൻ മലയാളികളോടാണ് എന്നെനിക്കറിയാം. ഞാൻ മലയാളികളല്ലാത്ത ആളുകളും ജീവിക്കുന്ന ഒരു പട്ടണത്തിൽ
ഒരു സഭയിലാണ് പോകുന്നത്. എങ്കിലും ഞാൻ ഇത് പറയുകയാണ്, പലപ്പോഴും നമുക്ക് മലയാളികളായ വിശ്വാസികൾക്ക് പലപ്പോഴും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഛേദമെന്ന് എണ്ണാൻ സാധിക്കില്ല. നമ്മുടെ ഞാനൊരു മലയാളിയാണ്, പാരമ്പര്യമായിട്ട് ബ്രദറുകാരാണ്, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ക്രിസ്ത്യാനികളാണ് എന്ന ആ കാര്യം ഇടയ്ക്കിടയ്ക്ക് തലപൊക്കും. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നമുക്കുണ്ടാകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഛേദമെന്ന് എണ്ണണം. അതിനൊരു വിലയില്ല. നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ആരായിരുന്നു എന്നുള്ളതിന് ഒരു വിലയില്ല, ഒരു വിലയില്ല. നമ്മളത് എന്തൊക്കെ പറഞ്ഞ് മാനസാന്തരപ്പെടുത്തി അല്ലെങ്കിൽ സ്നാനപ്പെടുത്തിയൊക്കെ എടുക്കാൻ ശ്രമിക്കും. നമ്മുടെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള നമ്മുടെ കുടുംബ മഹിമയും നമ്മുടെ സമുദായത്തിൻ്റെ മഹിമയും ഒക്കെ, അതൊക്കെ ഛേദം. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തെക്കുറിച്ചുള്ള ശ്രേഷ്ഠതയുമായി കമ്പയർ ചെയ്യുമ്പോൾ അതിനൊന്നും ഒരു വിലയില്ല. നമ്മളത് റീകൺസിഡർ ചെയ്യരുത്. ഓക്കെ, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയില്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണുന്നു. അപ്പോൾ ക്രിസ്തുവിനെ നേടേണ്ടതിന്, അപ്പോൾ പൗലോസ് എന്താ ഇതുവരെ ക്രിസ്തുവിനെ നേടിയിട്ടില്ലേ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നമ്മളെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മൾ ക്രിസ്തു എന്ന തലയോളം വളരണമെന്നാണ്. അത് നമ്മളെക്കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? നമ്മളെക്കൊണ്ട് അത് ഈ ജീവിതം കാലം മുഴുവൻ അതിനുവേണ്ടി ശ്രമിക്കണം. അതാണ് ക്രിസ്തീയ ജീവിതം. തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരായി രൂപാന്തരപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത ഉദ്ദേശം. അങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിനെ നേടുന്നത്. നമ്മൾ ക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്തു പൂർണ്ണമായി നമ്മൾ ജീവിക്കുക എന്ന ഒരു അനുഭവം നമുക്കുണ്ടാവണം. അത് നമ്മുടെ ജീവിതകാലം മുഴുവൻ കൊണ്ട് സാധിക്കേണ്ട ഒരു കാര്യമാണ്. അതല്ലാതെ അതിനൊരു എന്താ പറയുക, അതിടയ്ക്ക് ഞാൻ ക്രിസ്തു ആയി, ഇനി എനിക്ക് ഒട്ടും വളരാനില്ല എന്നൊരവസ്ഥ ആർക്കും ഉണ്ടാകില്ല. അപ്പോൾ ഞാൻ ക്രിസ്തുവിനെ നേടണം. പിന്നെ അതിൽ ന്യായപ്രമാണത്തിലുള്ള എൻ്റെ സ്വന്തം നീതിയല്ല. അപ്പോൾ ന്യായപ്രമാണം മൂലമുള്ള നീതി എന്ന് പറയുന്നത് സ്വന്തം നീതിയാണ്. ഞാനതെല്ലാം ചെയ്തു, ന്യായപ്രമാണം പറയുന്നതെല്ലാം ചെയ്തു, അതുകൊണ്ട് എനിക്ക് നീതി. അപ്പോൾ എൻ്റെ സ്വന്തം നീതിയാണ്. അത് വെച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രശംസിക്കുവാൻ സാധിക്കും. അപ്പോൾ എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ആരും ദൈവസന്നിധിയിൽ പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. അപ്പോൾ സ്വന്തം നീതി കൊണ്ട് ദൈവസന്നിധിയിൽ പ്രശംസിക്കുക എന്നൊരു കാര്യം ദൈവം അനുവദിക്കില്ല. പിന്നെ നമുക്ക് ലഭിക്കുന്ന നീതി എന്ന് പറയുന്നത് ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം മൂലം ദൈവം നമുക്ക് നൽകുന്ന നീതി. അപ്പോൾ അതിന് നമുക്ക് ദൈവത്തിൻ്റെ നീതി നമുക്ക് ഇമ്പ്യൂട്ട് ചെയ്യാണ്, ആരോപിക്കുകയാണ്. ഇപ്പം ആരോപിക്കുക എന്ന വാക്ക് നമ്മൾ കുറ്റം ആരോപിച്ചു എന്ന് പറയും. ഒരാളുടെ പേരിൽ കുറ്റം ആരോപിച്ചു എന്ന് പറയും, അല്ലേ? അതേ വാക്ക് നിഷ്കളങ്കത ആരോപിച്ചു എന്ന് ഉപയോഗിക്കാറില്ല നമ്മൾ സാധാരണ. ആ വാക്കാണ് ശരിക്കും ഇമ്പ്യൂട്ടഡ് എന്ന് പറയുന്നത്. ഇമ്പ്യൂട്ടഡ് റൈറ്റ്യസ്നെസ് എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ മലയാളത്തിൽ അതിൻ്റെ ശരിക്കുള്ള തർജ്ജിമ ആരോപിക്കുക എന്ന് തന്നെയാണ്. പക്ഷെ നമുക്ക് ഒട്ടും പരിചയമില്ല. അവനിൽ ഞാൻ നീതി ആരോപിച്ചു. നമ്മൾ ആൾജിബ്രയൊക്കെ പഠിക്കുമ്പോൾ അതിലുണ്ട്. ഈ ചില മലയാളം മീഡിയത്തിൽ പഠിച്ചവർക്ക് അതറിയാം. ചില വാല്യൂ ഒരു ഈക്വേഷനിൽ നമ്മൾ ആരോപിക്കുകയാണ് എന്നാ പറയുന്നത്. അപ്പോൾ അത് ഇമ്പ്യൂട്ട് ചെയ്യാന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നീതി നമ്മിൽ ആരോപിച്ചിരിക്കുന്നത് നമുക്ക് തന്നിരിക്കുകയാണ്. അത് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ബ്ലാസ്ഫമി എന്ന് തോന്നും. കാരണം ദൈവം നമ്മെ നോക്കുമ്പോൾ ദൈവം നമ്മളെയല്ല കാണുന്നത്, ക്രിസ്തുവിനെയാണ് കാണുന്നത്. ആലോചിച്ച് നോക്കി, ക്രിസ്തുവിൻ്റെ പാപമില്ലാത്ത വിശുദ്ധ ജീവിതം, തനിക്കുള്ള എല്ലാ യോഗ്യതയും ദൈവം എന്നെ നോക്കുമ്പോൾ കാണുന്നു. എന്നെ നോക്കുമ്പോഴല്ല, ക്രിസ്തുവിലൂടെ എന്നെ നോക്കുമ്പോൾ കാണുന്നു. അതാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന നീതി.
ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർ നൽകിയ നീതി. അപ്പോൾ അവനിൽ ഇരിക്കണം എന്ന് വെച്ചാൽ ഈ നീതി നമുക്ക് ലഭിക്കുന്നത് നമ്മൾ ക്രിസ്തുവിൽ ഇരിക്കുമ്പോഴാണ്. ക്രിസ്തുവിലല്ലെങ്കിൽ നമുക്ക് പിന്നെ ഉള്ളത് സ്വന്തം നീതിയാണ്. അത് ദൈവസന്നിധിയിൽ വില പോവുകയില്ല. എന്നാൽ ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി അത് ക്രിസ്തുവിലുള്ളവർക്കാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാലവൻ പുതിയ സൃഷ്ടി. അവൻ്റെ സ്വയനീതി അവിടെ പ്രശ്നമല്ല. ക്രിസ്തുവിനെ ദൈവം എങ്ങനെ കാണുന്നു അതുപോലെ അവൻ നമ്മെ കാണുന്നു. അപ്പോൾ അവനിൽ ഇരിക്കണം. പിന്നെന്താണ്? അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടണം. അപ്പം നമ്മൾ ഈ കാര്യം, ഈ കർത്താവിൻ്റെ മരണത്തോട് അനുരൂപപ്പെടുക എന്ന കാര്യം നമ്മൾ സാധാരണ നമ്മുടെ സ്നാനത്തിൻ്റെ സമയത്താണ് കേൾക്കുന്നത്, അല്ലേ? സ്നാനപ്പെടുന്ന സമയത്ത് അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ട് അവൻ്റെ അടക്കത്തോടും പുനരുത്ഥാനത്തോടും നമ്മൾ അനുരൂപരായിത്തീരുകയാണെന്ന് നമ്മൾ പറയാറുണ്ട് സ്നാനത്തിൻ്റെ സമയത്ത്, അല്ലേ? എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നത് അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അവൻ്റെ കഷ്ടതകളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും. അറിഞ്ഞതുകൊണ്ടെന്നല്ല. അപ്പം എന്താ ഇവിടെ പറയുന്നത്? ഈ പറഞ്ഞിരിക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. നമ്മൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തോട് എല്ലാ ദിവസവും അനുരൂപപ്പെടണം. കർത്താവ് തൻ്റെ ശിഷ്യത്വത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ താൻ പറഞ്ഞു, നാൾ തോറും തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുക. എന്ന് വെച്ചാൽ നാൾ തോറും കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെടുവാൻ, അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടാൻ നമ്മൾ തയ്യാറാണ്. അപ്പോൾ അത് സ്നാനപ്പെട്ട സമയത്ത് അല്ല. അതുമാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ അനുദിനം ഉണ്ടാകേണ്ട, നാൾ തോറും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടുന്നത് പോലെ തന്നെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി. നമ്മൾ റോമലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുക. നമ്മളുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ നമ്മൾ പാപത്തിൻ്റെ അടിമകളായി സമർപ്പിച്ചിരുന്നു. എന്നാൽ ഇനി അങ്ങനെയല്ല, നമ്മുടെ അവയവങ്ങളെ നീതിക്കായി സമർപ്പിക്കുക. അത് എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളായിട്ടാണ് പൗലോസ് പറയുന്നത്. അതുപോലെ അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയേണ്ടത് എന്ന് വെച്ചാൽ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് അറിയുക എന്ന് മാത്രമല്ല, നമ്മൾ അവന് വേണ്ടി കഷ്ടം സഹിക്കുമ്പോൾ അവൻ്റെ കഷ്ടാനുഭവങ്ങൾ നമ്മൾ കൂട്ടാളികളായി തീരുകയാണ്. ഇങ്ങനെ അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്നും വെച്ചും. അപ്പോൾ ഈ മരിച്ചവരുടെ ഇടയിൽ നിന്നും വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം എന്ന് പറയുമ്പോൾ ചില ആളുകൾ കരുതുന്നത് പൗലോസ് അപ്പോൾ മരിച്ചു കഴിഞ്ഞ് പുനരുത്ഥാനം ഉണ്ടാകുകയില്ലെന്നാണോ വിശ്വസിക്കുന്നത്? ഇതൊക്കെ ചെയ്താലേ പുനരുത്ഥാനം ഉണ്ടാവുള്ളൂ, അതിനുവേണ്ടിയാണോ പൗലോസ് ശ്രമിക്കുന്നത് എന്നൊരു ധാരണ ഉണ്ടാവും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും അവർക്ക് രണ്ടു കൂട്ടർക്കും പുനരുത്ഥാനമുണ്ട്. അപ്പോൾ പുനരുത്ഥാനത്തിന് വേണ്ടി ആരും ശ്രമിക്കണ്ട. രക്ഷിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും പുനരുത്ഥാനം ഉണ്ടാവും. പുനരുത്ഥാനം കഴിഞ്ഞ് എങ്ങോട്ടാണ് പോകുന്നുള്ള വേറെ വിഷയം, പക്ഷെ പുനരുത്ഥാനം ഉണ്ടാവും. അപ്പോൾ പിന്നെ ഇവിടെ പൗലോസ് എന്താ പറയുന്നത്? ഇതിനെക്കുറിച്ച് പല ദേവദാസന്മാരും പറയുന്നത് താൻ ഏത് വിധത്തിൽ മരിക്കും എന്നതിനെക്കുറിച്ചാണ്. ഏത് വിധത്തിൽ മരിച്ചാലും തനിക്കത് പ്രശ്നമില്ല എന്നാണ് താൻ പറയുന്നതെന്നാണ് പലരും കരുതുന്നത്. ഇനി ഇത് കഴിഞ്ഞ് താൻ പറയുന്നത്, എന്നു വെച്ചും ഞാൻ അവൻ്റെ നിമിത്തം, അതായത് ക്രിസ്തുവിൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണുന്നു. അപ്പോൾ ഇതിനു മുമ്പ് പൗലോസ് പറഞ്ഞ എന്താ? ഞാൻ എല്ലാം ഛേദം എന്നെണ്ണുന്നു. ഇപ്പം പറയുന്നത് എന്താ? ചവറ് എന്നെണ്ണുന്നു. ഇത് തമ്മിൽ എന്താ വ്യത്യാസം? ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിൽ തമ്മിലുള്ള വ്യത്യാസം എറണാകുളംകാർക്ക് അറിയാമല്ലോ, പിന്നെ ആർക്കറിയാവുന്നത്? ഛേദമെന്നു പറഞ്ഞാൽ നമുക്ക് ഉപയോഗമില്ലാത്ത സാധനം. ഉപയോഗമില്ല, നമ്മുടെ വീട്ടിൽ ഉപയോഗമില്ലാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മൾ അന്വേഷിച്ചാൽ കാണും, ഒരു ഉപയോഗമില്ല, നമ്മളവിടെ വെച്ച് മറന്നുപോയതായിരിക്കും അവിടെ ഇരിക്കുക. അപ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഇതൊക്കെ ഛേദം എന്ന് എണ്ണുന്നു എന്ന് പൗലോസ് പറഞ്ഞു. അപ്പോൾ അത് ഉപയോഗമില്ല, അത് ഉപയോഗിക്കുന്നില്ല എന്ന് വെച്ചു. എന്നാൽ എൻ്റെ ജീവിതത്തിലെ ഇപ്പോഴത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മരണത്തോടും അവൻ്റെ പുനരുത്ഥാനത്തോടും അനുരൂപപ്പെടണം, അവൻ്റെ കഷ്ടതയിൽ കൂട്ടായ്മ ഉണ്ടാകണം. ഇതൊക്കെയാണ് എൻ്റെ ജീവിത ഉദ്ദേശം. അങ്ങനെ ഒരു മനോഭാവം ഉള്ളപ്പോൾ എൻ്റെ ജഡത്തിലുള്ള എൻ്റെ യോഗ്യതകളുണ്ടല്ലോ, മുമ്പ് പറഞ്ഞ് 8-ാം നാളിൽ പരിച്ഛേദനയേറ്റത്, എബ്രായൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, പരീശൻ, അതൊന്നും ഛേദമെന്നല്ല എണ്ണുന്നത്, മറിച്ച് ചവറെന്നാണ് എണ്ണുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം.
നിങ്ങളുടെ വീട്ടിൽ വെട്ടാത്ത മീൻ വാങ്ങിയെന്ന് വിചാരിക്കാം. അപ്പോൾ രാത്രി ആണ് ആ മീൻ കിട്ടിയത്. നിങ്ങളെ വീട്ടിൽ രാത്രി മീൻ വെട്ടി കഴിഞ്ഞപ്പോൾ അതിൻ്റെ വേസ്റ്റ് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യും? എത്ര രാത്രിയാണെങ്കിലും അത് വീട്ടിൽ വയ്ക്കുകയില്ല, അത് വീട്ടിൽ നിന്ന് പുറത്ത് കളയും. കാരണം ദുർഗന്ധം. നമ്മുടെ വീട്ടിലുള്ള പല ഇപ്പോൾ പേപ്പർ വേസ്റ്റാണ്, അത് നമ്മൾ പേപ്പർ വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ടു, അതവിടെ കിടക്കും, 2 ദിവസം കഴിഞ്ഞെടുത്ത് കളഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ മീൻ വെട്ടിയതിൻ്റെ വേസ്റ്റ് നമ്മൾ അന്ന് തന്നെ എടുത്ത് കളയും, കാരണം ദുർഗന്ധം ഉണ്ടാവും. അപ്പോൾ ആ വാക്കാണ് ഇവിടെ ഈ ചവറെന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്നത്. വീട്ടിൽ വയ്ക്കാൻ പറ്റാത്ത വിധം ദുർഗന്ധമുള്ളൊരു വസ്തു, അത് എൻ്റെ വീടിനകത്ത് വയ്ക്കാൻ, എൻ്റെ പരിസരത്ത് വയ്ക്കാൻ പറ്റാത്തത് എന്ന നിലയിൽ ഞാൻ അതിനെ തള്ളിക്കളയാണ്. ഇതാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ എൻ്റെ ജഡത്തിലുള്ള എൻ്റെ ഈ പ്രശംസ, എൻ്റെ യോഗ്യതകൾ, അത് ഞാൻ ഉപയോഗിക്കുകയില്ലെന്ന് മാത്രമല്ല, അത് ഞാൻ എടുത്ത് കളയുവാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണെന്നാണ് പൗലോസ് പറയുന്നത്. ചവർ, റബ്ബിഷ്, നിങ്ങൾ അതിൻ്റെ റൂട്ട് വേർഡ് ഉപയോഗിച്ച് പോയാൽ ഇപ്പം നമുക്ക് പറയാൻ പറ്റാത്ത അത്ര വൃത്തികെട്ട വാക്കാം. അതാണ് പറയുന്നത്, നമ്മുടെ വീട്ടിൽ വെക്കാൻ പറ്റാത്ത വസ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി പൗലോസ് പറയുന്നത് ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നുണ്ട്, എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. അപ്പോൾ പൗലോസ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുന്നു, ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനെല്ലാം തികഞ്ഞവനാണെന്ന്. പൗലോസിന് അങ്ങനെ ഒരു മനോഭാവമില്ലായിരുന്നു, എല്ലാം തികഞ്ഞവനാണ്. എന്നാൽ ദുഃഖകരം എന്ന് പറയട്ടെ, ഇന്ന് ചില ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും, അവരുടെ വിചാരം അവരെല്ലാം തികഞ്ഞവരാണെന്ന്. അവർക്ക് യാതൊരു പ്രശ്നവുമില്ല, അവരെ എല്ലാം അനുസരിച്ച് ജീവിക്കുന്നവരാണെന്ന്. ഇങ്ങനെയുള്ള ആളുകൾ, അവരെ സഹിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെയല്ല, അതായിരിക്കരുത് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. പൗലോസ് പറയുന്നത് അങ്ങനെയല്ല, ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒരു പെർസ്യൂട്ട്. കർത്താവ് എന്നെ പിടിച്ചത് കൊണ്ട് ഞാൻ അവനെ പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നു. അപ്പോൾ കർത്താവ് എന്നെ സ്നേഹിച്ചത് കൊണ്ട്, കർത്താവ് എന്നെ പിടിച്ചത് കൊണ്ട് അതിൻ്റെ ഒരു പ്രതികരണം മാത്രമാണ് ഞാൻ കർത്താവിന് വേണ്ടി ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ യോഹന്നാൻ്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചു. യോഹന്നാൻ അങ്ങനെയല്ലേ പറയുന്നത്, ഞാൻ നിങ്ങളെ ആദ്യം സ്നേഹിച്ചു. കർത്താവ് അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അതിനോട് പോസിറ്റീവായി പ്രതികരിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ വലിയ നീതിമാനാണ്, ഞാനെല്ലാം തികഞ്ഞവനാണെന്ന് പറയുന്നത് വളരെ മോശമായൊരു കാര്യമാണ്. ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. പൗലോസാണ് പറയുന്നത്, ഞാനിതെല്ലാം ശരിയായി ചെയ്യുന്നുവെന്ന് നിരൂപിക്കുന്നില്ല. പക്ഷെ ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നു മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ എന്താണ് ഈ പിമ്പിലുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാലം. ശരിയാണ്, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ചെയ്ത പാപം, ദൈവത്തോട് കാണിച്ചു തരുന്ന അനുസരണക്കേട്, നമ്മുടെ ജീവിതത്തിലെ റിബല്യൻ, ഇതെല്ലാം ഉണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടായ നിരാശകൾ, നമ്മുടെ ജീവിതത്തിലുണ്ടായ പരാജയങ്ങൾ, ഇതെല്ലാം ഉണ്ട്. ഇതൊക്കെ ഇതൊക്കെ പിമ്പിലുള്ളത് മറക്കുക. നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. എന്നാൽ നമ്മൾ മറക്കാൻ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിലുണ്ടായ നേട്ടങ്ങൾ, നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് ബ്രാഗ് ചെയ്യും. അയ്യോ ഞങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പുറകിലുള്ള കാര്യങ്ങളെ മറക്കുകയില്ല. നമ്മൾ അതിനെ ഓർത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. പൗലോസ് പറഞ്ഞില്ല, ഞാനത് ചെയ്യുന്നില്ല. ഞാൻ ഇതിനു മുമ്പ് ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ പൗലോസിന് വേണമെങ്കിൽ പറയാമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ അല്ലേ, നിങ്ങളുടെ സഭ സ്ഥാപിച്ചത് ഞാനാണ്, തെസ്സലോനിക്കയിൽ സഭ സ്ഥാപിച്ചത് ഞാനാണ്, കൊരിന്തിയിൽ സഭ സ്ഥാപിച്ചത് ഞാനാണ്, ഗലാത്യയിലുള്ള സഭകൾ മുഴുവൻ സ്ഥാപിച്ചത്, അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. പൗലോസ് അതൊന്നും പറയുന്നില്ല. പൗലോസ് പറയുന്നത്, ഞാൻ ചെയ്ത ആ കാര്യങ്ങൾ, എൻ്റെ മിഷണറി യാത്ര, എനിക്കുണ്ടായ കഷ്ടപ്പാട്, അതിനെക്കുറിച്ചൊന്നും ഞാൻ ബ്രാഗ് ചെയ്യുന്നില്ല. അതൊക്കെ മറന്നിട്ട് മുമ്പിലുള്ളതിന് അപ്പം ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഇനി ദൈവം എനിക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ ചെയ്യുവാനായി ആഞ്ഞും കൊണ്ട്
ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുന്നു. പൗലോസ് വലിപ്പത്തിൽ ചെറിയൊരു മനുഷ്യനായിരുന്നുകൊണ്ട് അദ്ദേഹം ഒരു അത്ലറ്റ് ആയിരുന്നോ എന്നെനിക്ക് സംശയമുണ്ട്. പക്ഷേ അദ്ദേഹം തൻ്റെ എഴുത്തുകളിലൊക്കെ ഈ ഒരു അത്ലറ്റിൻ്റെ, ഓട്ടക്കാരുടെ ദൃഷ്ടാന്തം പല പ്രാവശ്യം പലതരത്തിലെടുത്തിട്ടുണ്ട്. കൊരിന്ത്യ ലേഖനത്തിലുണ്ട്, 2 തീമോഥെയോസിലുണ്ട്. അവിടെയൊക്കെ തന്നെ ഓട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. ഇവിടെ താൻ പറയുന്നത് എനിക്കും എൻ്റെ മുമ്പിൽ ഒരു ഗോളുണ്ട്, അതിനു വേണ്ടി ഞാൻ ആഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഫുൾ ശ്രദ്ധ, എൻ്റെ മുഴുവൻ എഫേർട്ടും ദൈവം എനിക്ക് വെച്ചിരിക്കുന്ന ആ കാര്യം ചെയ്യുക എന്നുള്ള ആ ഒരു ലക്ഷ്യമാണ്. അതിലേക്ക് ഞാൻ ലാക്കിലേക്ക് ഓടുന്നു എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയും, എന്താ പറയുക, ഡോണ്ട് ടേക്ക് യുവർ ഫൂട്ട് ഓഫ് ദ പെഡൽ. ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുക്കരുതെന്ന്, അതാണ് അതിൻ്റെ അർത്ഥം. ഫുൾ ആക്സിലറേറ്റർ കൊടുത്ത് ആണ് പുള്ളി മുമ്പോട്ട് പോവുകയാണ്. അതായത് പുറകിൽ എന്ത് നടന്നു, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി, അല്ലെങ്കിൽ എന്തൊക്കെ നേട്ടമുണ്ടായതൊന്നും പുള്ളിക്ക് വിഷയമല്ല. മുമ്പിൽ എനിക്ക് വെച്ചിരിക്കുന്ന ജോലി, അതിൻ്റെ ലാക്കിലേക്ക് താൻ ഓടുന്നു. അപ്പോൾ ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൽ ഇങ്ങനെയായിരിക്കും നമ്മുടെ മനോഭാവം. എന്തു ചെയ്തു, ഞാൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് പകരം എനിക്ക് ഇന്ന് ദൈവം എന്താണ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്, അത് നമ്മുടെ മുഴുവൻ എഫേർട്ടും എടുത്ത് അതിനുവേണ്ടി ശ്രമിക്കുക. നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. ഓക്കെ, ഇതായിരിക്കണം നമ്മുടെ മനോഭാവം. ഇനി നമ്മൾ പെർഫെക്റ്റ് ആണ് അല്ലെങ്കിൽ മെച്ചുവേർഡ് ആണെന്ന് ചിന്തിക്കരുത്. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ഇങ്ങനെ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക എന്നാണ് പറയുന്നത്. അപ്പോൾ തികഞ്ഞവർ അല്ലെങ്കിൽ മെച്യൂരിറ്റിയുടെ ലക്ഷണം ഞാൻ മെച്യൂറായി എന്ന് പറയുന്നതല്ല, ഞാൻ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുന്നു എന്ന മനോഭാവമാണ് മെച്യൂരിറ്റിയുടെ ലക്ഷണം. ഓക്കെ, ഇനി നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ ചിന്തിച്ചു കൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ഇവിടെ ഈ പൗലോസ് പറഞ്ഞ കാര്യങ്ങളോട് യോജിക്കാത്തവരോട് അതേക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ, അപ്പം ഞാൻ പറയുന്നതിനോട് നിങ്ങൾ എഗ്രി ചെയ്യുന്നില്ലെങ്കിൽ, ഞാൻ പറയുന്ന ഒരു കാര്യത്തോട് ആരെങ്കിലും എഗ്രി ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ സാറിന് എന്ത് ചെയ്യും, നമ്മളൊരു സംവാദത്തിന് വിളിക്കും. നമുക്കൊന്നും ഏറ്റുമുട്ടി നോക്കാം, സംവാദം. പക്ഷെ പൗലോസ് എന്താ പറയുന്നത്? ഒരു കൺഫ്രണ്ടേഷനും ഇല്ല. നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. അപ്പോൾ പൗലോസ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആളുകൾക്ക് ബോധ്യമാകുന്നത് പൗലോസിൻ്റെ എഴുത്തുകൊണ്ടോ പൗലോസിൻ്റെ വാക്ചാതുരി കൊണ്ടോ അല്ല, ദൈവമാണ് ഇത് ആളുകൾക്ക് വെളിപ്പെടുത്തി കൊടുക്കേണ്ടത്. ഇപ്പോൾ സുവിശേഷം പറയുമ്പോൾ നമ്മൾ സുവിശേഷം പറയുന്നതിൻ്റെ ആ സാമർഥ്യം കൊണ്ടാണ് ആളുകൾ വിശ്വസിക്കുന്നതൊക്കെ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും. അല്ല, പരിശുദ്ധാത്മാവ് ആളുകളെ കൺവിക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അവർ സുവിശേഷം വിശ്വസിക്കുന്നത്. അപ്പോൾ അതേ മനോഭാവമാണ് പൗലോസ് ഈ ആളുകൾ, ഒരു കൺഫ്രണ്ടേഷനും ഇല്ല, നിങ്ങൾക്കും ദൈവം സത്യം വെളിപ്പെടുത്തി തരും. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന ഈ പരിജ്ഞാനം തന്നെ അനുസരിച്ച്, അപ്പോൾ പരിജ്ഞാനം എന്ന് പറയുന്ന വാക്ക് അത് അവിടെ ഇല്ലെന്നാണ് പല ട്രാൻസ്ലേഷനിലും, അല്ലെങ്കിൽ ടു ദിസ് സ്റ്റാൻഡേർഡ് എന്നൊക്കെ പല ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലും ഉണ്ട്, അത് ആഡ് ചെയ്തിരിക്കുന്നതാണെന്നാണ്. അപ്പോൾ നാം പ്രാപിച്ചിരിക്കുന്നത് തന്നെ അനുസരിച്ച് നടക്കുക എന്നേ ഉള്ളൂ. പക്ഷേ പ്രധാന കാര്യം നമുക്ക് ലഭിച്ച പരിജ്ഞാനം അല്ലെങ്കിൽ നാം മനസ്സിലാക്കിയ കാര്യം അനുസരിച്ച് നടക്കുക എന്നതാണ് പ്രധാനപ്പെട്ടത്. പിന്നെ പൗലോസ് പറയുന്നത്, സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പിൻ. ഇത് പൗലോസ് പറഞ്ഞെങ്കിൽ അത് നമുക്കും പറയാൻ സാധിക്കണം. പറയുമ്പോൾ ഞാൻ വിറയ്ക്കും, പക്ഷേ പൗലോസ് അത് പറഞ്ഞെങ്കിൽ നമുക്കും പറയാൻ സാധിക്കും. പൗലോസ് നമ്മെപ്പോലെ തന്നെ ഒരു മനുഷ്യനാണ്. പൗലോസ് വലിയ പണ്ഡിതനായിരുന്നു, ഒരുപാട് യോഗ്യതകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ദൈവം ഇത് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും ഒരു സിൻലെസ് പെർഫെക്ഷൻ, ഒരു തെറ്റുമില്ലാത്ത ഒരു വ്യക്തി എന്ന നിലയിലല്ല ഈ പറയുന്നത്. പിന്നെ മറിച്ച് എന്താ പൗലോസ് പറയുന്നത്, ഞാൻ കർത്താവിനെ അനുകരിക്കുന്ന പോലെ എന്നെ അനുകരിക്കുക, ഞാൻ കർത്താവിനെ ഫോളോ ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്നെ അനുകരിക്കുക. പൗലോസ് പക്ഷെ ഒരു കാര്യം പറഞ്ഞു, എന്നെ മാത്രം അനുകരിക്കരുത്, എന്നെ മാത്രം അനുകരിക്കാവൂ എന്നല്ല പൗലോസ് പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? അവസാനം പറഞ്ഞത് എന്താ? ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക, അപ്പം ഞങ്ങളെന്നാണ് പറഞ്ഞത്, ഞാൻ കാണിച്ചതെന്നല്ല, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം
നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. അപ്പോൾ പൗലോസ് പറഞ്ഞില്ല ഞങ്ങൾ ചെയ്യുന്നത് പോലെ മാത്രമേ ചെയ്യുള്ളൂ എന്നല്ല. ഈ മാതൃക പ്രകാരം ആര് നടക്കുന്നുവോ അവരെ കുറിക്കൊള്ളുവിൻ. അപ്പോൾ അതുകൊണ്ടാണ് 2-ാം അധ്യായത്തിൽ തിമോത്തിയോസിനെ, എപ്പഫ്രാദിത്തോസിനെ അവരുടെയൊക്കെ ഉദാഹരണം എടുത്തിട്ട് പൗലോസ് പറഞ്ഞു ഇവരൊക്കെ അനുകരണീയമായ മാതൃകകളാണ്. അപ്പോൾ നമുക്കും അത് സാധിക്കും. ആളുകൾ നമ്മെ അനുകരിക്കാൻ ഇടയാവണം. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഞാൻ പറയുന്നത് കേൾക്കുക പക്ഷേ കർത്താവിനെ മാത്രമേ അനുകരിക്കാവൂ എന്ന് സാധാരണ ആളുകൾ പറയും. പക്ഷെ അല്ല, നമ്മൾ ആളുകൾക്ക് മാതൃകയാകണം, അവർ നമ്മെ അനുകരിക്കുവാൻ ഇടയാകണം. ഇനി അടുത്തതായിട്ട് പൗലോസ് സന്തോഷിക്കണമെന്ന് പറഞ്ഞ് തുടങ്ങിയ ഈ അധ്യായത്തിൽ കരഞ്ഞുകൊണ്ട് പറയുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് കാണാം. അതിൽ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്ന ആളുകളുടെ കാര്യമാണ്. എനിമീസ് ഓഫ് ദ ക്രോസ്. ക്രൂശിൻ്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ സുവിശേഷകന്മാരെ അടിക്കുന്നവർ, സഭാ ഹാളിൽ വന്ന് അടിപിടി ഉണ്ടാക്കുന്നവർ, സഭാ ഹാളുകൾക്ക് തീ വെക്കുന്നവരൊക്കെയാണ് ക്രൂശിൻ്റെ ശത്രുക്കളെന്നാണ് നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്നത്. പക്ഷേ പൗലോസ് അതൊന്നുമല്ല പറയുന്നത്. ക്രൂശിന് ശത്രുക്കളായി നടപ്പെന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈലാണ്, അല്ലേ? പുതിയ നിയമത്തിൽ പൗലോസ് അതാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ നടപ്പ് നിർമ്മലമായിരിക്കട്ടെ എന്നൊക്കെയാണല്ലോ പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നടക്കുന്ന ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കുന്ന ആളുകളുടെ ലക്ഷണം പറയുന്നതിന് മുമ്പ് അവരുടെ അവസാനം എന്താണോ പറയുന്നത്? ഉറപ്പായിട്ടും അവരുടെ അവസാനം നാശം. പിന്നെ അവരുടെ ലക്ഷണമാണ്, അവരുടെ ദൈവം വയറ് എന്ന് വെച്ചാൽ അവരുടെ ജഡത്തിൻ്റെ അഭിലാഷങ്ങളോട് നോന്ന് പറയാൻ, വേണ്ടാന്ന് പറയാൻ അവർക്ക് സാധിക്കില്ല. അവർക്ക് എന്തു തോന്നുന്നുവോ അതപ്പോൾ അവർക്ക് വേണം. അതിന് ഒരു വ്യത്യാസവും, അതിനൊരു വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറല്ല. ഏശാവിന് വയറ് വിശന്നപ്പോൾ അവൻ എന്ത് ചെയ്തു? ഈ വിലയില്ലാത്ത ജ്യേഷ്ഠാവകാശം എന്തിന്, ഞാനിപ്പോൾ ചാവുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അവൻ ആ പായസം മേടിച്ചു തന്നത്. ഒരു നേരം ഭക്ഷണം കഴിക്കാതിരുന്ന ആരെങ്കിലും ചാവുമോ? നമ്മളൊക്കെ 1-2 നേരം ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാണ് നമ്മുടെ ആയുസ് ദീർഘിച്ച് കിട്ടാൻ നല്ലത്. അവൻ പറഞ്ഞു ഞാൻ ഒരു നേരം ഭക്ഷണം കഴിച്ചില്ല, ഞാൻ ചാവൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് അവരുടെ ദൈവം വയറെന്നുള്ളതിൻ്റെ ശരിക്കുമുള്ള ഒരു ഉദാഹരണം. പിന്നെ ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നും. അപ്പോൾ മോശമായ കാര്യങ്ങൾ നല്ലത്. ഇപ്പോൾ ഫെയർ ഇസ് ഫൗൾ ആൻഡ് ഫൗൾ ഇസ് ഫെയർ, ഇത് ഷേക്സ്പിയർ മാക്ബത്തിൻ്റെ ഓപ്പണിംഗ് സീനിലുള്ളതാണ്. ഒരു കുറേ വിച്ചസ് വന്നിട്ട് പറയും ഫെയർ ഇസ് ഫൗൾ, ഫൗൾ ഇസ് ഫെയർ. അതായത് നല്ലത് ചീത്തയാണ്, ചീത്ത നല്ലതാണ്. അതുതന്നെയാണ്. അപ്പോൾ നല്ല കാര്യങ്ങൾ ചീത്തയാണെന്നും ചീത്തത് നല്ലതാണെന്നും പറയുന്ന ആളുകൾ അവരുടെ എല്ലാ ധാർമ്മികമായ നിലവാരങ്ങളും തലതിരിഞ്ഞു പോയി. പിന്നെ അടുത്തത്, ഇതാണ് ഏറ്റവും നമ്മെ വഞ്ചിക്കപ്പെടുന്ന സംഗതി. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ഭൂമിയിലുള്ളത് ചിന്തിക്കാതെ നമുക്ക് ജീവിക്കാൻ ഒക്കുകയില്ല. ഭൂമിയിലുള്ളത് ചിന്തിക്കാതെ മുകളിലോട്ട് മാത്രം നോക്കി നടന്നാൽ നമ്മൾ വല്ല വണ്ടി ഇടിച്ച് ചാവും. ഓക്കെ, അപ്പോൾ മലയാളത്തിൽ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നത് തെറ്റാണ് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇംഗ്ലീഷിൽ അത് എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയോ? സെറ്റ് ദെയർ മൈൻഡ് ഓൺ എർത്ത്ലി തിങ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത ലക്ഷ്യം ഈ ഭൂമിയിലുള്ള കാര്യങ്ങളാണ്, ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ്. അങ്ങനെയുള്ള വിശ്വാസികളുണ്ട്. അതാണ് സങ്കടം. അവർക്ക് യാതൊരു സ്വർഗീയമായ കാഴ്ചപ്പാടുമില്ല. കൊലോസിലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, സെറ്റ് യുവർ മൈൻഡ് ഓൺ തിങ്സ് അബവ്, ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊള്ളുവിൻ എന്ന് പറയുന്നുണ്ട്. വിശ്വാസികളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഉയരത്തിലുള്ള ചിന്തിക്കുന്നവരാണ്, ഭൂമിയിലുള്ളത് മാത്രം ചിന്തിക്കരുത്. എൻ്റെ കാരണം അവിടെ പറയുന്നുണ്ട്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. ഫിലിപ്പിയർക്ക് ഇത് മനസ്സിലാവും. കാരണം ഫിലിപ്പയിലുള്ള അവിടെ ഫിലിപ്പിയ പട്ടണത്തിലുള്ള ആളുകൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എല്ലാവരും റോമൻ പൗരന്മാരാണ്. അവർ റോമിലല്ല താമസിക്കുന്നത്, ഫിലിപ്പയിലാണ് താമസിക്കുന്നത്. പക്ഷെ അവരുടെ പൗരത്വം റോമിലാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഭൂമിയിലാണ് താമസിക്കുന്നതെങ്കിലും നമ്മുടെ പൗരത്വം വേറൊരു സ്ഥലത്താണ്, സ്വർഗത്തിലാണ്. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവ് വരുമെന്ന് കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അപ്പോൾ ഫിലിപ്പിയ ഒരു റോമൻ ചക്രവർത്തി സന്ദർശിച്ചാൽ എന്താ ഉണ്ടാവുക? അവിടെ അദ്ദേഹം പല രൂപാന്തരങ്ങളും വരുത്തും, പല വ്യത്യാസങ്ങളും, ഭരണപരിഷ്കാരവും വരുത്തും. പക്ഷേ
നമ്മുടെ ചക്രവർത്തി, നമ്മുടെ കർത്താവ് കൂറിലോസ്, സീസർ ഇസ് കൂറിലോസ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇവർ പറയുന്നത് യിസൂസ് കൂറിലോസ്, യേശുവാണ് കർത്താവ് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ യേശു വരുമ്പോൾ ഈ പട്ടണത്തിന് ചില വ്യത്യാസങ്ങൾ വരുത്തുകയല്ല, തനിക്ക് സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരത്തോട് അത് സീസർക്ക് ചെയ്യാൻ സാധിക്കുമോ? ലോകത്തിൽ ആർക്കെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? അത് ചെയ്യാൻ കഴിയുന്ന ഏക ചക്രവർത്തി നമ്മുടെ കർത്താവാണ്. അപ്പോൾ ആ ഒരു പ്രത്യാശയാണ്, അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ നിലനിൽപ്പിൻ പ്രിയമുള്ളവരെ. എന്ന് വെച്ചാൽ ഇങ്ങനെ വേണം നമ്മൾ ജീവിക്കാൻ, ഇങ്ങനെയാണ് നമ്മൾ നിലനിൽക്കുന്നത്. നമ്മൾ കർത്താവിൽ നിലനിൽക്കുന്നെങ്കിൽ ഇങ്ങനെ നിലനിൽക്കണം. അതായത് മുമ്പുള്ള കാര്യങ്ങൾ മറക്കുക, ജഡത്തിൽ പ്രശംസിക്കാനുള്ള കാര്യങ്ങളെ ഉപേക്ഷിച്ച് കളയുക, കർത്താവിൽ പ്രശംസിക്കുക. അവൻ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആ ഗോൾ, ആ ലക്ഷ്യത്തിലേക്ക് ഓടുക. അതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ. ക്രൂശിൻ്റെ ശത്രുക്കളെ പോലെ ആകരുത്. അവരുടെ അവരുടെ ജഡപ്രകാരമുള്ള ആഗ്രഹങ്ങൾക്കാണ് അവർ പ്രാധാന്യം നൽകുന്നത്. അവരുടെ മൊറൽ സ്റ്റാൻഡേർഡ്, ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയ്ക്ക് എതിരാണ്. അവർ സ്വർഗീയമായതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ഭൂമിയിലുള്ളതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് അവരുടെ അവസാനം നാശം. നമുക്കങ്ങനെ ആകരുത്. നമ്മൾ കർത്താവിനെ നോക്കി അവൻ്റെ വരവ് പ്രതീക്ഷിച്ച് അവൻ നമുക്ക് ഉണ്ടാക്കുവാൻ പോലും, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുവാൻ പോകുന്ന മാറ്റം അതെന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് അവന് വേണ്ടി നിലനിൽക്കണം. അങ്ങനെ വേണം നമ്മൾ നിലനിൽക്കുവാൻ എന്ന് പൗലോസ് പറയുകയാണ്. അങ്ങനെ ആണ് ഈ ഭാഗം താൻ അവസാനിപ്പിക്കുന്നത്. അടുത്ത ഭാഗം 4:2 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം.